ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ 3rd യൂണിറ്റ് തുടങ്ങാം. ദിലോങ്ക മിലൻ, പ്രതീക്ഷയുടെ ലോകം. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ദില്ലി മേ ഉന്നീദേ, ഉറക്കമില്ലാതെ ദില്ലിയിൽ. എഴുതിയത് ഗഗൻ ഗില്ലാണ്. അവരുടെ സസ്മരൻ ഓർമ്മക്കുറിപ്പാണ് പാഠഭാഗം. എന്തോന്നാ ഓർമ്മക്കുറിപ്പ് സസ്മരൻ. പാഠഭാഗത്തിലേക്ക് നോക്കിയേ. റോസെ ജൈസാ ദിൻ ഹേ, ഒരു സാധാരണ ദിവസം. ഫെബ്രുവരിക്ക് ശാമെ, ഫെബ്രുവരി മാസത്തെ ശാം എന്ന് വെച്ചാൽ സന്ധ്യാസമയം. ഫെബ്രുവരി മാസത്തെ സന്ധ്യാസമയമാണ്. ഹവാ മേ ഠണ്ടക് ഹേ, ഹവാ കാറ്റ്, ഠണ്ടക് തണുപ്പ്, കാറ്റിന് നല്ല തണുപ്പ് ഉണ്ടായിരുന്നു. मैं अभी अभी स्वादी से साहित्य अकादमी के कुछ प्रकाशन खरीद कर इस सड़क पर पहुंची हूँ. പ്രകാശൻ പ്രസിദ്ധീകരണങ്ങൾ ഖരീദിന വാങ്ങുക, സഡക്ക് റോഡ്, പഹുഞ്ചന എത്തുക. ഞാൻ സ്വാതിയിൽ നിന്നും സാഹിത്യ അക്കാദമിയുടെ കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ വാങ്ങിക്കൊണ്ട് റോഡിലേക്ക് എത്തിയതേ ഉള്ളൂ. മന്ദിർ മാർഗ് പർ സഡക്ക് സുൻസാൻ ഹേ, സുൻസാൻ വിജനം. മന്ദിർ ക്ഷേത്രം, ക്ഷേത്രത്തിന് അടുത്തുള്ള റോഡുകളെല്ലാം തന്നെ സുൻസാൻ വിജനം ആയിരുന്നു. ബിർലാ മന്ദിർ കെ ബാഹർ ദോ ഏക്ക് ആട്ടോ കടേ ഹേ, ബിർലാ മന്ദിരത്തിൻ്റെ വെളിയിൽ 1-2 ഓട്ടോകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഏക്ക് സേമേം പൂച്ചത്യുഹം, ഒരു ഓട്ടോറിക്ഷ വാലയോട് ഞാൻ ചോദിച്ചു, ഓദർ ചോദിച്ചു, ചൽനാ ഹേ, പോകാമോ. ബൈട്ടിയെ ബഹ് കഹ്തി ഹേ, ഇരുന്നാലും എന്ന് അദ്ദേഹം അറിയിച്ചു. മേ ഗിർത്തി പട്ടി അപ്പനെ കിതാബേ സീറ്റ് പർ ജമാത്തി ഹേ, ഗിർന വീഴുക, പതിക്കുക എന്നൊക്കെയാണ്. ഞാൻ കയ്യിൽ നിന്നും വീഴാൻ പോയ പുസ്തകങ്ങൾ എന്ത് ചെയ്തു, സീറ്റിലേക്ക് ജമാത്തി ഹേ ഒതുക്കി വെച്ചു. ഉസേ ചലനമേ അഫി ദേർ ഹേ, അദ്ദേഹത്തിന് യാത്ര തുടങ്ങാൻ കുറച്ച് സമയം വേണ്ടിവരും എന്നെനിക്ക് തോന്നി. ഉസ്കെ ശരീർ കി ഹർക്കത്ത് മേ ഏക്ക് അജീബ് സി തക്കാൻ ഹേ, തക്കാൻ ക്ഷീണം, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലെ കുറച്ച് ക്ഷീണം എനിക്ക് തോന്നി. ഓട്ടോറിക്ഷക്കാരന് കുറച്ച് ക്ഷീണമുണ്ടോ എന്ന് ഓദറിന് തോന്നി. വഹ അപ്പനി സീറ്റ് കെ നീച്ചെ സെ നികാൽ കർ ഏക്ക് ഗന്ധ എന്ന് വെച്ചാൽ മുഷിഞ്ഞ, ഗന്ധ ഉധടാം ആദി ബാഹ് കാ പൂര സ്വെറ്ററെ പഹൻ രഹാ ഹേ ധീരെ ധീരെ. റിക്ഷാവാല അദ്ദേഹത്തെ സീറ്റിൻ്റെ നീച്ച അടിയിൽ നിന്നും ഒരു ഗന്ധ മുഷിഞ്ഞതും ഉദട കീറിയതും ആദി ബാഹ് ഹാഫ് കൈയോളം വരുന്ന പൂര സ്വെറ്റർ, തവിട്ട് നിറത്തിലുള്ള ഒരു സ്വെറ്റർ എടുത്ത് പതിയെ പതിയെ ധരിക്കാൻ തുടങ്ങി. അഫി മേരാ ധ്യാൻ ഉസ്കെ ചേഹരെ കി തരഫ് നഹീ ഗയ, ചേഹര മുഖം, ധ്യാൻ എന്ന് വെച്ചാൽ ശ്രദ്ധ. ഇപ്പോഴും എൻ്റെ ശ്രദ്ധ അയാളുടെ മുഖത്തേക്ക് ഇല്ലായിരുന്നു, അതായത് ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. ഉസേ മേം ബാദ് മേം ദേഖൂങ്കി, പിന്നീടാകാം എന്ന് ഞാൻ കരുതി. ഓട്ടോ കെ ഡ്രൈവിംഗ് ഐനെ മേ ജിസ്മേ उसकी आंखें और भी धंसी दिखेंगी और चेहरे की हड्डियाँ और भी उपरी പ്രകടമാവുക. ഹഡ്ഡിയാം എല്ലുകൾ, ചേഹര മുഖം, ധൻസി കുഴിഞ്ഞ, ആങ്കെ കണ്ണുകൾ. ഓട്ടോയുടെ ഡ്രൈവിംഗ് ആയിനി എന്ന് വെച്ചാൽ മിറർ, അതിലൂടെ നോക്കിയപ്പോൾ റിക്ഷാവാലയുടെ കുഴിഞ്ഞ കണ്ണുകളും ചേഹര മുഖത്തെ എല്ലുകളും നല്ലതുപോലെ പ്രകടമായിരുന്നു. उसके चेहरे पर फूक और बीमारी के अलावा एक और चीज़ भी दिखेगी. ഫൂക്ക് എന്ന് വെച്ചാൽ പട്ടിണി, ബിമാരി രോഗം, അലാവ കൂടാതെ എന്നൊക്കെ. അദ്ദേഹത്തിൻ്റെ മുഖത്തെ പട്ടിണിയുടെയും പിന്നെന്തുവാ രോഗത്തിൻ്റെയും ലക്ഷണങ്ങളും പ്രകടമായിരുന്നു. അഫീമുച്ചി ഉസ്കാൻ നാം നഹീം മാലും, ഇപ്പോഴും എനിക്ക് അയാളുടെ പേര് അറിയില്ല. ആനെ വാലെ ദിനോ മേം ഉസ്കെ ലിയെ ബിൽക്കുൽ സഡിക്ക് ശബ്ദ ഠൂണ്ട് പാവുങ്കി, ഠൂണ്ടിന തേടുക, ബിൽക്കുൽ തികച്ചും. ആനേവാല എന്ന് വെച്ചാൽ വരും ദിനങ്ങളിൽ അല്ലേ. എന്നാൽ വരും ദിനങ്ങളിൽ എന്ത് ചെയ്യാം, അയാളുടെ പേര് തീർച്ചയായും കണ്ടെത്താം എന്നെനിക്ക് തോന്നി. ലേക്കിൻ അഫിനഹി, ഇപ്പോൾ വേണ്ട, യഹ് ബാദ് മേ ഹോഗ, പിന്നീടാകാം എന്ന് കരുതി. വഹ ചൽത്താഹെ, അദ്ദേഹം എന്ത് ചെയ്തു, ഓട്ടോ ഇങ്ങനെ പുറപ്പെട്ടു. ഓട്ടോ ഓടിച്ച് അദ്ദേഹം മുന്നോട്ട് പുറപ്പെടുകയാണ്. ഓട്ടോ ചൽത്തഹി ഉൻകി കാൻസി ശുരു ഹോ ജാതി ഹേ, കാൻസി എന്ന് വെച്ചാൽ ചുമ, ശുരുഹോന ആരംഭിക്കുക. ഓട്ടോ മുന്നോട്ട് പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമയും ആരംഭിക്കാൻ തുടങ്ങി. മാലിനെയും അറിയില്ല. ഉസേ ठंडा लग रही है या हम ट्रैफिक की दम कोंड के बीचों बीच आ गया है. ട്രാഫിക് की ദം കോണ്ട് എന്ന് വെച്ചാൽ ഗതാഗത കുരുക്ക്, ബീച്ച് എന്ന് വെച്ചാൽ ഇടയിൽ, മധ്യത്തിൽ എന്നൊക്കെയാണ്. മാലിനഹി, എനിക്കറിയില്ല. ആ തണുപ്പിൻ്റെ എന്ന് വെച്ചാൽ അയാൾ ചുമയ്ക്കാൻ തുടങ്ങിയ കാരണം എനിക്കറിയില്ല. ഉസേ ഠണ്ട ലഗ് രഹി ഹേ, ചിലപ്പോൾ എന്തായിരിക്കും, തണുപ്പ് കാരണമായിരിക്കുമോ അയാൾ ചുമയ്ക്കുന്നത്
അല്ലെങ്കിൽ ട്രാഫിക് ഗതാഗത കുരുക്കിൻ്റെ നടുവിൽ അകപ്പെട്ടത് കൊണ്ടാണോ അയാൾ ചുമയ്ക്കുന്നത് എന്നെനിക്ക് അറിയില്ല. ഹംനെ ദോ മോഡ് പാറെ കർ ലിയേ ഹേ, ഞങ്ങൾ എന്ത് ചെയ്തു, 2 മോഡെന്ന് വെച്ചാൽ വളവുകൾ തിരിഞ്ഞു. 2 വളവുകൾ കഴിഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഓട്ടോറിക്ഷ. ലേക്കിൻ നൗസ്കി കാൻസി രുക്തി ഹേ നൗസ്ക ആട്ടോ, രുക്കിന നിൽക്കുക, കാൻസി ചുമ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ചുമയും ഓട്ടോയും നിൽക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഉസ്കെ ബാദ് ഹി മേം ഉസ്കാ ചെഹ്റ ദേഖ്തി ഹും ഡ്രൈവിംഗ് ഐനെ ആ ഡ്രൈവിംഗ് ഐനെ മിററിലൂടെ, കണ്ണാടിയിലൂടെ ഞാൻ നോക്കി അദ്ദേഹത്തിൻ്റെ മുഖം, അതായത് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ ആ മിററിലൂടെ നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, കാൻസി കബ്സെ ഹേ, ഈ ചുമ എന്നാണ് തുടങ്ങിയത്, എപ്പോൾ തുടങ്ങിയെന്ന്. മേം പീച്ചെ ബൈട്ടി പൂച്ച്തി ഹും, ഓട്ടോറിക്ഷയുടെ പിറകിലത്തെ സീറ്റിലിരുന്നു കൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ചുമ എപ്പോഴാണ് തുടങ്ങിയത്. ഹോഗി കോയി 10 സാൽ 10-12 സാൽ സേ, 10-12 എന്ന് വെച്ചാൽ 10-12 സാൽ വർഷം. അയാൾ അറിയിച്ചു 10-12 വർഷമായി കാണും എന്ന്. കിസി ഡോക്ടർ കോ നഹീൻ ദിഖായ, നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചില്ലേ. പൈസ ഫീ തോ ചാഹിയെ ഉസ്കേലിയെ, അതിനൊക്കെ എന്ത് വേണ്ടേ, കാശ് വേണ്ടേ എന്ന് റിക്ഷാവാല പറഞ്ഞു. ഹമാരി ബാത്ചിത്തെ ടൂട്ട് ജാത്തി ഹേ, അങ്ങനെ ഞങ്ങളുടെ സംഭാഷണം അവിടെ വെച്ച് എന്ത് ചെയ്തു, മുറിഞ്ഞു. അതായത് പിന്നീട് ഞങ്ങൾ 2 പേരും ഒന്നും സംസാരിച്ചില്ല. സടക്ക് കെ ദോനം ഓരോ ട്രാഫിക് ജാ രഹാ ഹേ, റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടായിരുന്നു. സാരി ദുനിയ കാര്യ വ്യാപാർ മേ ലഗി ഹേ, റുപേ കാ സിക്ക സബ്കോ ദൗഡ് രഹാ ഹേ, എല്ലാ ആൾക്കാരും അവരവരുടെ ജോലിയിലെ മുഴുകി അല്ലേ, പണത്തിൻ്റെ പിറകെയുള്ള ഓട്ടത്തിലായിരുന്നു എല്ലാവരും. കിസി കെ ഹിസ്സേമേം കമ്മേ കിസി കെ ഹിസ്സേമേം സ്യാദ, ചില ആൾക്കാരുടെ കൈവശം കുറവും ചില ആൾക്കാരുടെ കൈവശം കൂടുതലുമായിരുന്നു കാശ്. ഉൻകാ ദം ഫിറേ ഫൂൾ രഹാ ഹേ, അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ എനിക്ക് തോന്നി. ഓട്ടോറിക്ഷക്കാരനെ ശ്വാസം മുട്ടുന്നത് പോലെ ഓദറിന് തോന്നി. എന്നിട്ട് ചോദിക്കുകയാണ്, ആപ് ദില്ലി കബായതേ, താങ്കൾ എപ്പോഴാണ് ദില്ലിയിലേക്ക് വന്നത്. അത് കേട്ട് ആൻസർ കൊടുക്കുകയാണ് 1979 മെയ് 1979. ഗർ കഹാ ഹേ ആപ്ക, വീടെവിടെയാണ് താങ്കളുടെ. യഹി ഹേ, ഇവിടെ തന്നെ, അതായത് ഡൽഹിയിൽ തന്നെയാണെന്ന് റിക്ഷാവാല അറിയിക്കുന്നു. എന്നൊക്കെ മാത്രമല്ല യഹി ഹേ എന്ന് വെച്ചാൽ ഇവിടെ തന്നെ. ബഹുമുച്ചെ ഓട്ടോ കെ ഐനോമേ സെ ദേഖ്താ ഹേ ജോം ഖറെ ആയേ മേഹമാൻ കോ ദേഖ് രഹാ ഹേ, ഓട്ടോയുടെ ആ കണ്ണാടിയിലൂടെ എന്ത് ചെയ്തു, വീട്ടിലെത്തിയ ഒരു മേഹമാൻ അതിഥിയെ പോലെ എന്നെ നോക്കിക്കൊണ്ട് അദ്ദേഹം അറിയിച്ചു. എന്താ പറഞ്ഞത്, ഇവിടെ തന്നെയാണ് എൻ്റെ വീട് എന്ന്. അത് കേട്ട് നമ്മുടെ ഓദർ ചോദിക്കുകയാണ്, ആപ്കാ മതലബ്, ആ മതലബ് എന്ന് വെച്ചാൽ ആശയം, ഉദ്ദേശം എന്നൊക്കെയാണ്. ആപ്കാ മതലബ് ഹേ ആപ് തബ് സഡക് പർ ഹി ഹേ, അന്ന് മുതൽ താങ്കൾ ഈ റോഡിൽ തന്നെയാണോ എന്നതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന്. അത് കേട്ട് റിക്ഷാവാല പറഞ്ഞു, ഹാം, അതെ. യാനി, അതായത് ഉസ്സെ ബിനെ സോയ, ബിന എന്ന് വെച്ചാൽ കെബിന കൂടാതെ, സോയ ഉറങ്ങുക. ഉസ്സെ ബിന സോയെ 14 സാലെ, 14 എന്ന് വെച്ചാൽ 14 സാൽ വർഷം. ബീത്തിന ചിലവഴിക്കുക, ബീത്തുകെ എന്നൊക്കെ ഉറങ്ങാതെ 14 വർഷങ്ങൾ കഴിച്ചുകൂട്ടി. എവിടെയാ, ദില്ലിയിലെ ഈ സടക്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. मेम यह तो बता सकती हूँ कि वह गरीब है कि उसके पास पर कपड़े नहीं है कि अरे वह किसी भी ऐसे व्यक्ति जैसा लगता है जो जो फाका എന്ന് വെച്ചാൽ പട്ടിണി എന്ന വാക്കാണ്. ജോ ഫാക്കേക്ക അഭ്യസ്ത് ഹോ, എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കിയേ. മെയിം യഹ് തോ ബതാ സക്താ ഹും, എനിക്കെന്ത് ചെയ്യും, ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ എങ്ങനെ ഗരീബ്, ദരിദ്രനാണെന്നും ഉസ്കെ പാസ്, അയാളുടെ പാസിൽ എന്തിലെന്ന വസ്ത്രങ്ങളൊന്നും കയ്യിലില്ലാത്തവനാണെന്നും, പിന്നെ നോക്കി ഫാക്ക പട്ടിണി അനുഭവിച്ച് പരിചയമുള്ള, അഭ്യസ്തനായിട്ടുള്ള പരിചയമുള്ള ആളാണെന്നും എനിക്ക് തോന്നി അല്ലേ. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ലേക്കിൻ ബേക്കർ എന്ന് വെച്ചാൽ വീടില്ലാത്തവൻ. ബേക്കർ തോ വഹ കഹിൻസെ നഹീൻ ലഗ്ത, എന്നാൽ വീടില്ലാത്തവനാണെന്ന് എനിക്ക് തോന്നിയില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ ദരിദ്രനാന്നൊക്കെ തോന്നി, പക്ഷെങ്കിൽ വീടില്ലാത്ത ആളാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, ആപ്കാ മതലബ് ആപ് ഇസെ സീറ്റ് ഇസെ 3 ഫീറ്റ് ലംബി പിച്ചലി സീറ്റ് पर सोते हैं, താങ്കൾ ഈ ഓട്ടോയുടെ ബാക്കിലുള്ള ആ നീണ്ട സീറ്റ്, അതായത് 3 ഫീറ്റ് എന്ന് വെച്ചാൽ 3 അടി നീളത്തിലുള്ള ഈ സീറ്റിലാണോ
പിൻസീറ്റിലാണോ നിങ്ങളെ ഉറങ്ങുകയും ചെയ്യുന്നത്? അത് കേട്ട് റിക്ഷാവാല പറഞ്ഞു, ഹാം, അതെ. അത് കേട്ട് ചോദിക്കുകയാണ് ഓദറെ അറാബ്കി ചീസേ, അപ്പോൾ നിങ്ങളുടെ സാധനങ്ങളെല്ലാം എവിടെയാണ് സൂക്ഷിക്കുക എന്നത്. അത് കേട്ട് റിക്ഷാവാല പറഞ്ഞു, ഉൻപർ ആപ് ബൈട്ടി ഹേ, അതിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഓദറിന് സംശയം നോക്കി. ബഹബദാത്ത ഹായ്ക്ക് അദ്ദേഹം അറിയിച്ചു, ജിസെ സീറ്റ്, ഏത് സീറ്റ് പെർ മെയിൻ ബൈട്ടി ഹോം, ഏത് സീറ്റിലാണോ ഞാൻ ഇരിക്കുന്നത്, ഉസ്കെ നീച്ചെ ഉസ്കാ ബെക്സാ ഹേ, ബെക്സ എന്ന് വെച്ചാൽ പെട്ടി, ബോക്സ്, അതിൻ്റെ അടിയിൽ അയാളുടെ പെട്ടി ഉണ്ട്. ജിസ്മേ, അതിൽ ഏക്ക് കമ്പൽ എന്ന് വെച്ചാൽ ഒരു കമ്പിളിയും, ഏക്ക് ജോഡി കപ്പടെ ഹേ, ഒരു ജോഡി ഡ്രസ്സും ഉണ്ട്. അവർ ഏക്ക് കടോര കിണ്ണം, ഒരു പാത്രം. എന്തൊക്കെയുണ്ട് ആ ബോക്സിനകത്ത്? ഒരു കമ്പിളി, ഒരു ജോഡി ഡ്രസ്സ്, ഒരു കിണ്ണം, ഒരു പാത്രം. കടോര പാനി പീനെ കാംഫി ആത്താ ഹേ അവരെ ഖാന രഖനെ കേഫി. അതായത് കടോര പാത്രം എന്തിനു വേണ്ടിയാണ്? വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും, അല്ലേ? ഖാന രഖനെ കഫി എന്ന് വെച്ചാൽ ആഹാരം കഴിക്കുന്നതിനും വെള്ളം കുടിക്കാനുമാണ് ഈ കിണ്ണം ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അത് കേട്ട് ഓദർ ചോദിച്ചു, ആപ് ഖാന കഹാം ഖാത്തെ ഹേ, താങ്കൾ എവിടെ നിന്നാണ് ആഹാരം കഴിക്കുന്നത്? അത് കേട്ട് നമ്മുടെ ഓട്ടോറിക്ഷാവാല പറഞ്ഞു, കിസി ഫീഡ് ഡാബേമേ, ഏതെങ്കിലും ഡാബ എന്ന് വെച്ചാൽ ചെറിയ ഭക്ഷണശാലകളിൽ നിന്നാണ് കഴിക്കുന്നത്. ആറ് ബാത്റൂം കേലിയെ, അപ്പോൾ ബാത്റൂം കേലിയെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ബാത്റൂമിനുള്ള ആവശ്യങ്ങൾ എവിടെ നിന്നാണ്, എങ്ങനെയാണ് അതെന്ന്. പബ്ലിക് ശൗചാലയ എന്ന് വെച്ചാൽ എന്തുവാ? പബ്ലിക് എന്ന് വെച്ചാൽ പബ്ലിക്കിൻ്റെ ശൗചാലയം അറിയാലോ, പബ്ലിക്കിൻ്റെ ശുചിമുറികളിലാണ് ശുചിമുറികൾ. അവിടെ നിന്നാണ്. നഹാമേ, നഹ എന്ന് വെച്ചാൽ കുളിക്കുക, കഹീം ഫീലെ താഹേ, എവിടെ നിന്നാണോ കുളിക്കാൻ കിട്ടുന്നത് അവിടെ നിന്ന് കുളിക്കാം എന്ന്. സടക്ക് കിനാര തീരം, റോഡിൻ്റെ ഓരത്തെ കിസിഫി, എന്ന് വെച്ചാൽ ടാപ്പ്, ഏതെങ്കിലും ടാപ്പിൽ നിന്ന് ജലമെടുത്ത് കുളിക്കാം. അക്സർ, മിക്കവാറും, പഞ്ചകുയ്യാം റോഡ് പറ നഹാത്തെ ഹോം, മിക്കവാറും ഞാൻ പഞ്ചകുയ്യ റോഡിലാണ് ഇതവാർ ഞായറാഴ്ച കുളിക്കാൻ വേണ്ടി പോകുന്നത്. വഹ് ജഗഹേ ടേക്ക് ഹേ, ആ സ്ഥലം നല്ലതാണ്. വഹാ മേരെ ജൈസെ കൈ ലോക ആത്തെ ഹേ, അവിടെ എന്നെപ്പോലുള്ള ധാരാളം ആൾക്കാർ വരികയും ചെയ്യുന്നു. മേരാ ഘർ ആ ഗയാ ഹേ, എൻ്റെ വീടെത്തിയെന്ന് ഓദർ അറിയിച്ചു. ഉസ്കാ മീറ്റർ ദേഖ്തി ഹും തോ ശക്ക് എന്ന് വെച്ചാൽ ശങ്കയാണ്, സംശയം. ശക്ക് ഹോത്താ ഹൈ കി രാസ്തമേ കഹി അടക്കത്തോ നഹീം ഗയാ ഹേ, അദ്ദേഹത്തിൻ്റെ മീറ്ററിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സംശയം ഉണ്ടായി, മീറ്റർ എന്ത് ചെയ്ത് വഴിയിൽ വെച്ചെങ്ങാണം നിന്ന് പോയോ എന്ന്. അതുകൊണ്ട് ഞാൻ അത് ഉസ്സേ പൂച്ചത്തി ഹും, അയാളോട് ചോദിച്ചു, ആപ്ക മീറ്റർ ടീക്ക് തോഹേന, നിങ്ങളുടെ മീറ്റർ പ്രവർത്തിക്കുന്നില്ലേ, അത് ശരിയല്ലേ, പ്രവർത്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് നമ്മുടെ റിക്ഷാവാല പറഞ്ഞു, വഹ് കഹ്താ ഹേ ജി, ബിൽക്കുൽ തികച്ചും ടീക്കാണ്, അത് ശരിക്കും പ്രവർത്തിക്കുന്നതാണ്. പിച്ചലെ ചഹസാൽ സേ ഏക പൈസ കാ ഫർക്ക് നഹി, ഫർക്ക് വ്യത്യാസം, കഴിഞ്ഞ 6 വർഷങ്ങൾ കൊണ്ട് ഒരു പൈസയ്ക്ക് പോലും വ്യത്യാസം ഇല്ല. ഉദാർത്തെ ഉസ്സേ പൂച്ചത്തി ഹും, ഉദാഹരണ ഇറങ്ങിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സുനിയെ കേട്ടാലും, ക്യാ ഹം കൽ കിസി സമയ മിൽ സക്തേ ഹേ, നാളെ നമുക്ക് എവിടെ വെച്ച് കാണാം എന്ന്. എപ്പോൾ കാണാം? നാളെ നമുക്ക് ഏതെങ്കിലും സമയത്ത് കാണാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ചോദിച്ചു, ക്യോം ഇവാക്ക് ജാന്നാ ചാഹ്താ ഹേ, എന്തിന് എന്നയാൾ അറിയാൻ വേണ്ടി ആഗ്രഹിച്ചു. നാളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്തിന് എന്ന് അറിയാനുള്ള ആഗ്രഹം റിക്ഷാവാലയ്ക്കുണ്ടായി. മേം ആപ്കെ ബാരെ മേം സബ് ജാൻതാ ചാഹ്തി ഹും, ഞാൻ താങ്കളെപ്പറ്റി എല്ലാം അറിയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഓദർ അറിയിച്ചു. അത് കേട്ട് റിക്ഷാവാല പറയാണ്, ഉസ്സേ കുച്ച് ഹോഗാ ക്യാ, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടാകുമോ എന്ന്. ക്യാ ആർസേ ക്യാ ഉസ്കെ ബാദ് സർക്കാർ മേരെ ലിയെ കുച്ച് കരേഗി, അതിനുശേഷം ക്യാ എന്തേ, അതിനുശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്ന സംശയം റിക്ഷാവാലയ്ക്ക് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കഥ കേട്ട് കഴിയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സഹായം, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, കിട്ടുമോ എന്ന് ചോദിച്ചു. യഹ് തോ കഹ് നഹി സക്തി, അതെനിക്ക് പറയാൻ കഴിയില്ല. ലേക്കിൻ എന്നാൽ അഗർ ആപ് ബാത്ത് കർനെ കെ ലിയെ ഹം കരേ തോ കം സെ കം ആം ലോഗോं को आपके जीवन के बारे में पता चलेगा. ആം ലോകം എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ, അല്ലേ? സാധാരണപ്പെട്ട ജനങ്ങൾക്ക് താങ്കളുടെ കഥ എന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് കേട്ടെ സാധാരണപ്പെട്ട ആൾക്കാരെങ്കിലും നിങ്ങളുടെ ജീവിതം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും.
മറ്റുള്ള ആൾക്കാർ കേട്ടില്ലെങ്കിൽ തന്നെയും നിങ്ങൾ സംസാരിക്കുമ്പോൾ താങ്കളുടെ കഥ എന്താണെന്ന് അറിയുകയും മിനിമം സാധാരണപ്പെട്ട ജനങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി അറിയുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും എന്ന് ആര് പറഞ്ഞു? ലേഖകൻ അറിയിച്ചു, അതായത് ഓഥർ അറിയിച്ചു. അത് കേട്ടത് നമ്മുടെ ഇദ്ദേഹം ചോദിക്കുകയാണ്, റിക്ഷാവാല ആർ ആപ്കി ക്യാ മിലേഗ, ഇതിലൂടെ താങ്കൾക്ക് എന്താണ് കിട്ടുന്നത്? എൻ്റെ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിലൂടെ കിട്ടുന്നത് എന്നാണ്. മേ അപ്നാ കാം കർ രഹി ഹോങ്കി, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത് എന്ന് ഓഥർ അറിയിച്ചു. മേ റേഡിയോ കെലിയെ പ്രോഗ്രാം ബന രഹി ഹും, ഞാൻ റേഡിയോയ്ക്ക് വേണ്ടി ഒരു പ്രോഗ്രാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. റേഡിയോയ്ക്ക് വേണ്ടി ഒരു പ്രോഗ്രാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനെന്ന് നമ്മുടെ ഓഥർ അറിയിക്കുന്നു. ഠീക്ക് ഹേ, ശരി. മെയിം സബ് സമച്ച് രഹാഹും, ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലാകാൻ കഴിഞ്ഞാൽ എല്ലാം മനസ്സിലായി. ആപ്കെ പാസ് ഭി കോയി താക്കത്ത് നഹീം ഹേ, ആപ്കെ പാസ് താക്കത്ത് എന്ന് വെച്ചാൽ ശക്തി, താങ്കൾക്കും എന്ത് ചെയ്യാൻ കാര്യമായിട്ട് അല്ലേ ഒന്നും ചെയ്യാനാകില്ല, അതിനുള്ള ശക്തി നിങ്ങൾക്ക് ഇല്ല എന്നെനിക്ക് മനസ്സിലായി എന്നെനിക്ക് തോന്നി. അതായത് കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കും ഇല്ല എന്നെനിക്ക് അറിയാം. മേ റോഡ് പർ നകെ ആപ്പ് ഭി മേരെ ജൈസി ഹേ, ആപ്പ് ഭി എന്നെപ്പോലെ താങ്കളും അതേപോലെ, അതായത് എന്നെപ്പോലെ തന്നെയാണ് താങ്കൾക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. മേൻ റോഡ് പറേ സവാരി ढूंढताहूं, ഞാൻ റോഡിൽ സവാരി അന്വേഷിക്കുന്നു. അവർ ആപ്പ് കഹാനി, താങ്കൾ കഹാനി എന്ന് വെച്ചാൽ കഥയും, താങ്കൾ എന്താ അന്വേഷിക്കുന്നു? കഥ. ഞാൻ റോഡിലെ സവാരിയും അന്വേഷിക്കുന്നു. അഗർ മേരി കഹാനി സുന്നേ സേ ആപ്കാ കാമേ ഹോത്താ ഹേ തോ മേം ആ ജാവുങ്ക, ഞാൻ എന്ത് ചെയ്യാം? ഞാൻ എൻ്റെ കഥ എന്നത്, അതായത് മേരി കഹാനി, എൻ്റെ കഥ കേട്ടിട്ട് താങ്കളുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ വരാം എന്നറിയിച്ചു അല്ലേ. എൻ്റെ കഥ കേട്ടിട്ട് താങ്കളുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ വരാം എന്ന് നമ്മുടെ ഓട്ടോറിക്ഷാവാല അറിയിച്ചു. അത് കേട്ട് ഓഥർ ചോദിച്ചു, കിത്തനെ ബജെ, എത്ര മണിക്ക്? സുബഹ 10 ബജെ, സുബഹ പ്രഭാതത്തിലെ 10 ബജെ, 10 മണിക്ക്. ബഹുത്തച്ച, വളരെ നല്ലത് എന്ന് നമ്മുടെ ഓഥർ അറിയിക്കുന്നു. എത്ര മണിക്ക് വരും? രാവിലെ 10 മണിക്ക് എത്താം എന്ന് റിക്ഷാവാല അറിയിക്കുന്നു. അത് കേട്ട് ഓഥറിനും സന്തോഷമായി കാണും അല്ലേ. അങ്ങനെ നമുക്ക് ഒരു പാർട്ടായിട്ട് അങ്ങ് നിർത്താം. ബാക്കി ക്ലാസ് അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഇത്രയും ഭാഗം നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പോർഷനുമായി കാണാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ശരി.